രാവിലെ മുള്ള വാർത്തക്കകത്തും കാണിച്ചുകൊണ്ടിരുന്നുകൊണ്ടാണ് ഇവനാണെന്ന് തന്നെ ഉറപ്പിച്ചത്. ഞാൻ ലാസ്റ്റ് ആ പുള്ളി നോക്കണ്ട ഗതികേട് വന്ന്. പക്ഷേ ആരിലും എന്നെ കാണാൻ വരുന്നവരോട് പോലും മിണ്ടത്തുമില്ല, ഒന്നുമില്ല. പുള്ളി വന്നാൽ പുറത്തോട്ട് പോവും, കയറി മുറിക്കകത്തിരിക്കും. പിന്നെ ഫോണിലായിരുന്നു എപ്പോഴും. ടി വിക്കകത്ത് കണ്ട പടങ്ങളെല്ലാം കണ്ടപ്പം നമുക്ക് സംശയം. ഇവിടെ അയൽവക്കത്തുള്ള എല്ലാവരും പറയുമ്പം തന്നെയാണ്. നമസ്കാരം. കഠിനംകുളത്തെ സൈക്കോ കില്ലർ നേരിട്ട് വീട്ടിലെത്തിയതിൻ്റെ ഞെട്ടലിലാണ് കുറിച്ചി സ്വദേശിയായ രാധാകൃഷ്ണൻ. ഈ രാധാകൃഷ്ണനെ നോക്കുന്നതിന് വേണ്ടിയാണ് കൊല്ലം സ്വദേശിയായ ഈ കേസിലെ പ്രതി ജോൺസൺ ഇവിടെ കഴിഞ്ഞത്. ഏതാണ്ട് 30 ദിവസത്തോളമാണ് അദ്ദേഹം ഇവിടെ ജോലി ചെയ്തത്. എന്നാൽ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ അയാൾ ശാന്തനായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് അദ്ദേഹം കൊലപാതകം നടത്തിയതിന് ശേഷം വീട്ടിലേക്ക് വരികയായിരുന്നു. രാധാകൃഷ്ണനെ കണ്ടപ്പോൾ തന്നെ ആളെ മനസ്സിലാകുകയും ചെയ്തു. അദ്ദേഹം മകളോട് വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന് ഈ പ്രതിക്ക് യാതൊരു സംശയവും തോന്നാത്ത രീതിയിൽ പോലീസിൽ വിവരം അറിയിച്ചതോടെയാണ് ഈ പ്രതിയെ പോലീസിന് കീഴടക്കാൻ കഴിഞ്ഞത്. രാധാകൃഷ്ണൻ ചേട്ടൻ ഇപ്പോൾ നമുക്കൊപ്പമുണ്ട്. നമുക്ക് ചോദിക്കാം അദ്ദേഹം ഇവിടെ വന്നപ്പോൾ എന്താണ് പറഞ്ഞത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് രാധാകൃഷ്ണൻ ചേട്ടനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഇവിടെ ബസ്സിന് വരുമെന്ന് പറഞ്ഞു. അപ്പം പുള്ളിട്ടനുസരിച്ചും പൊടിയാണ്ടെടുത്തില്ല. ഇവിടെ വന്ന് കയറി വന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചത് ഇപ്പം ഡ്രസ്സ് എടുക്കാൻ വന്നതെന്ന് പറഞ്ഞ് ഡ്രസ്സെല്ലാം എടുത്ത് ബാഗിനകത്ത് വെച്ച് അപ്പം വിശക്കുന്നൊന്നും ഇല്ലയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കപ്പ ബിരിയാണി ഇരിപ്പുണ്ട്, വേണാതെ കഴിക്കാൻ പറഞ്ഞ്. സ്വന്തം വീട് പോകണമൊക്കെ ആയിരുന്നു 1 മാസം ഇവിടെ കഴിഞ്ഞത്. അപ്പം ഞാൻ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് വേറെ ആരെങ്കിലും ഒരു റൂം പുള്ളിക്ക് വേണ്ടി തന്നെ ചെയ്യും. പിന്നെ കൊച്ചു ചോറ് കൊണ്ടുവരും, ഭക്ഷണം എല്ലാം കൊണ്ട് കൊടുക്കുമായിരുന്നു. ഇന്നലെ ഒരു 3 മണി അടുത്തായി കയറി വന്ന് പറഞ്ഞ് എന്നോട് വെച്ച് ഡ്രസ്സ് എടുക്കാൻ വന്നാന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ ഞാൻ മോളെ വിളിച്ച്, മോളെ എന്നെ ഇവിടെ നോക്കാൻ വന്ന പുള്ളിയാണ് വന്നിരിക്കുന്നു പറഞ്ഞു. ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. മോളെ വിളിച്ച് പറഞ്ഞ് ഫോണിൽ കൂടി പറഞ്ഞു. അപ്പം പുള്ളി ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു മോളെ പഞ്ചസാര കൊണ്ടണം, കടുകാപ്പി പുള്ളിക്ക് വേണമെന്ന് പറയും. വേണമെങ്കിൽ തിളപ്പിക്കുക, ശരിയെന്ന് പറയും. അപ്പം ഉടനെ മോളാണ് ഷാജി മെമ്പറോട് വിളിച്ച് പറഞ്ഞ് അയാൾക്ക് സംശയം തോന്നാത്ത രീതിയിലാണ് വിളിച്ചത്. എല്ലാം സംശയം ഒന്നും തോന്നില്ല. ഞങ്ങൾ ഇവൻ്റെ കാര്യം വേറൊരാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഈ പാർട്ടി കയറി. അപ്പം എന്നോട് ചോദിച്ച് എൻ്റെ കാര്യമാണ് സംശയം. ഞാൻ പറഞ്ഞു നിങ്ങളുടെ കാര്യം എന്നെ സംസാരിക്കാം കേട്ടോ, ഞങ്ങൾക്ക് ഒന്നുമില്ല. അപ്പോൾ ഈ ടി വിക്കകത്ത് കണ്ട പടങ്ങളെല്ലാം കണ്ടപ്പം നമുക്ക് സംശയം. ഇവിടെ അയൽവക്കത്തുള്ള എല്ലാവരും പറയുമ്പം തന്നെയാണ് എന്നുള്ള ഉറപ്പിച്ചായിരുന്നു. അതങ്ങനെയാണ്. പിന്നെ മോളെ വിളിച്ച് പറഞ്ഞു. മോള് പറഞ്ഞ ആരും പറയണ്ട, മിണ്ടണ്ട, ചാച്ച ഞാൻ പപ്പി വിളിച്ച് പപ്പിന്ന് വിളിക്കുന്നു ഷാജിയെ മെമ്പറെ. അവൻ പറഞ്ഞ് ശരിയെന്ന് പറഞ്ഞു. ഒന്നും പറയുന്നില്ല, നമുക്ക് വായിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഇട്ടിരിക്കില്ല. ഇവനെ കൊല ചെയ്തെന്നുള്ള തീർത്തും അങ്ങോട്ട് മനസ്സിനകത്ത് വന്നില്ലായിരുന്നു. പക്ഷേ പോലീസ് വന്ന് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇവരായിരുന്നല്ലോ ആളായിരുന്നു. പക്ഷെ ഇവൻ്റെ ഒരു രൂപം എല്ലാം ഉണ്ടായിരുന്നു. എപ്പോഴും ടി വി വാർത്ത വെച്ച് കേൾക്കുന്നതുകൊണ്ട് രാവിലെ മുള്ള വാർത്തക്കകത്തും കാണിച്ചുകൊണ്ടിരുന്നുകൊണ്ടാണ് ഇവനാണെന്ന് തന്നെ ഉറപ്പിച്ചത്. പിന്നെ മൊബൈലിനകത്തും എല്ലാം ഉണ്ടായിരുന്നു. ഇയാളെങ്ങനെയാണ് ഇവിടെ വന്ന് ഈ ആൾക്കാരുകൊണ്ട് സഹകരണമൊക്കെ ഉണ്ട്, നാട്ടുകാരൊക്കെ ആയിട്ട്? ഒരു സഹകരണം ഇല്ലായിരുന്നു. ആരിലും എന്നെ കാണാൻ വരുന്നവരോട് പോലും ഒന്നും മിണ്ടത്തുമില്ല, ഒന്നുമില്ല. പുള്ളി വന്നാൽ പുറത്തോട്ട് പോവും, കയറി മുറിക്കകത്തിരിക്കും. പിന്നെ ഫോണിലായിരുന്നു എപ്പോഴും ഫോണിലായിരുന്നു. എപ്പോഴും 2 ചെവിക്കകത്ത് ഇയർഫോണിൽ വെച്ചുകൊണ്ട് ഇരിക്കും. പിന്നെ റൂമിനകത്ത് കയറി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഇറങ്ങി വരും, കഴിക്കും, കയറി പോവും. അത്രേ ഉള്ള നമ്മൾ ജോലി. എൻ്റെ ഈ കാല് പൊട്ടി ഓപ്പറേഷൻ ചെയ്തിട്ട് അപ്പോൾ എന്നെ നോക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഞാൻ ലാസ്റ്റ് ആ പുള്ളി നോക്കണ്ട ഗതികേട് വന്ന്. പക്ഷേ അതുപോലായിരുന്നു പുള്ളിയുടെ പ്രവർത്തനം. ആരും കുഴപ്പമില്ല. രാവിലെ വന്ന് ഇവിടെ തുടക്കുവാട്ടോ എടുക്കുവാട്ടോ ഒന്നുമില്ല. കൊച്ചു മോള് വന്ന് ഇവിടെ തുടക്കി എടുക്കുകയൊക്കെ ചെയ്തത്. പുള്ളി പറഞ്ഞേ ഇപ്പോൾ ഞാനും കണ്ടോ ചെറുപ്പക്കാരനല്ലേ എന്നൊരു കണക്കൂട്ടിൽ ഞാനും കണ്ടു. പിന്നെ വൈകിട്ട് ഇവിടെ ഒരു കൂട്ട്, അത് മാത്രമുള്ള ഒരു ഉള്ളായിരുന്നു. എല്ലാവരും വേറെ ആരുമായിട്ട് അങ്ങനെ ഈ ഫോണിലൊക്കെ മറ്റുള്ള ആൾക്കാരെയൊക്കെ വിളിക്കുന്ന അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. മോളെ 3 പിള്ളേരുണ്ടെന്ന് പറഞ്ഞാൽ അത് ചോദിച്ചു. 3 പിള്ളേരുണ്ട്. മൂത്ത മോന് 14 വയസ്സുണ്ട്, 2 പെൺപിള്ളേരാണ്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 4 പ്രാവശ്യം വീട്ടിൽ പോയി. ഒരു പ്രാവശ്യം പറഞ്ഞ് ഒരു 4 സെൻറ്റ് സ്ഥലം അവിടെ മേടിച്ചിട്ടുണ്ട്, അതിൻ്റെ ആധാരം എഴുതാൻ പോകുമെന്ന് പറഞ്ഞു. ശരി, പോട്ട് 2 ദിവസം കഴിഞ്ഞ് വന്ന് പിറ്റേ ഒരു പ്രാവശ്യം പറഞ്ഞാൽ അവൻ്റെ അച്ഛൻ്റെ അനിയൻ അറ്റാക്കായിട്ട് മരിച്ചു പോയി. ഇവിടെ കൊല്ലത്താണ്.
അതിന് പോവാം. ശരി, വോട്ട് വരാൻ പറഞ്ഞു. അതിന് വോട്ട് പിറ്റേ ദിവസം വന്നു. പിന്നെ ആ അച്ഛൻ്റെ അനിയൻ്റെ 7 പള്ളി ചടങ്ങുണ്ട്, അതിന് പോകും. അതിന് പോയി. അത് കഴിഞ്ഞ് പിന്നെ ഈ ലാസ്റ്റ് പോകുന്നത് ഈ നമ്മുടെ കരിങ്കല്ല് ഇറക്കുന്നുണ്ട് പെരയ്ക്ക് തറ കേട്ടോ. അത് ഈ മാസം 7-ാം തീയതി പോയത്. ഞാൻ ചോദിച്ചാൽ എന്ന് വരും ചോദിച്ചു. 9-ാം തീയതി വരുമെന്ന് പറഞ്ഞു. പിന്നെ പോട്ട് ഇന്നലെ വൈകിട്ടാണ് ഇന്നലെ വന്നത്, 23-ാം തീയതി വന്നത്. തനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞാണ് രാധാകൃഷ്ണൻ ചേട്ടന്റെ വീട്ടിലേക്ക് കൊലക്കേസ് പ്രതിയായ ജോൺസൺ എത്തിയത്. ഭക്ഷണം ഇരിപ്പുണ്ട്, കഴിച്ചോളാൻ എന്ന് രാധാകൃഷ്ണൻ ചേട്ടൻ പറയുകയും ചെയ്തു. അതിനുശേഷം യാതൊരു ഭാവ വ്യത്യാസവും ഈ പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. രാധാകൃഷ്ണൻ ചേട്ടനാകട്ടെ ഇയാളെ തിരിച്ചറിയാനുള്ള ഒരു ഭാവത്തിലും അത് കാണിക്കുകയും ചെയ്തില്ല. തുടർന്ന് മകളെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇയാളെ പെട്ടെന്ന് പിടികൂടാൻ സഹായിക്കുകയായിരുന്നു. ഏതാണ്ട് 30 ദിവസത്തോളമാണ് ഇവിടെ ജോലി ചെയ്തത്. അതിനിടയിൽ പല ദിവസങ്ങളിലായി ജോൺസൺ അവധി എന്ന് പറഞ്ഞ് പോവുകയും ചെയ്തിരുന്നു. പിന്നീട് കൊലപാതകത്തിന് ശേഷം തന്റെ വീട്ടിലേക്ക് വരുമെന്ന് ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഇയാൾ നടന്ന് വരികയായിരുന്നു. വസ്ത്രങ്ങളൊക്കെ എടുക്കാൻ എന്ന് പറഞ്ഞാണ് അദ്ദേഹം വന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് മനസ്സിലാകുകയും ചെയ്തു കൊല ചെയ്തത് ഈ ജോൺസൺ തന്നെയാണ്, കൊലക്കേസ് പ്രതിയായ ജോൺസണെയാണ് പോലീസ് തിരയുന്നത് എന്ന് രാധാകൃഷ്ണൻ ചേട്ടന് മനസ്സിലാകുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം മറച്ചു വെക്കുകയും മകളെ വിവരം അറിയിക്കുകയും മകൾ പഞ്ചായത്ത് അംഗത്തിന് വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് പെട്ടെന്ന് പിടികൂടുകയായിരുന്നു. ഏതായാലും ഇപ്പോഴും ആ ഒരു ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല. കൊലക്കേസ് പ്രതി തന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചതിന്റെ ആ ഞെട്ടലിലാണ് ഇപ്പോഴും രാധാകൃഷ്ണൻ ചേട്ടനുള്ളത്. ക്യാമറാമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.